കേരളത്തിൽ വിനോദസഞ്ചാരത്തിനെത്തിയതുപോലെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സന്ദർശനം നടത്തി മടങ്ങിയത്. എന്നാൽ അങ്ങ് പശ്ചിമ ബംഗാളിൽ കളി മാറുന്നുണ്ട്. കേരളത്തിലേതുപോലെ സഹിഷ്ണുതയുള്ള ആളുകളല്ല അങ്ങ് ബംഗാളിലുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അവിടെ ലാൻഡ് ചെയ്തത് മുതൽ സ്വസ്ഥമായി അവിടെ സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല. ചെല്ലുന്നിടത്തെല്ലാം കരിങ്കൊടിയും അക്രമങ്ങളുമാണ്. കമ്മീഷന്റെ വാലായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പലകുറി പശ്ചിമ ബംഗാൾ സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിച്ചിരുന്നു. ഈ വികാരം പശ്ചിമ ബംഗാളിലെ ജനങ്ങളും നെഞ്ചിലേറ്റി വാങ്ങുന്നുണ്ട്. അതിന്റെ തെളിവാണ് ഈ കാണുന്ന പ്രക്ഷോഭമെന്ന് പറയാൻ സാധിക്കും. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താനാണ് കമ്മീഷൻ എത്തിയത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന് നേരെ കൊൽക്കത്തയിലാണ് ആദ്യം വൻ പ്രതിഷേധമുയർന്നത്. രാവിലെ ദക്ഷിണ കൊൽക്കത്തയിലെ പ്രസിദ്ധമായ കാളിഘട്ട് ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ കമ്മീഷണറെ കരിങ്കൊടി കാണിച്ചും ഗോ ബാക്ക് മുദ്രാവാക്യങ്ങൾ വിളിച്ചുമാണ് പ്രതിഷേധക്കാർ നേരിട്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളായ സുഖ്ബീർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിവരോടൊപ്പം ക്ഷേത്രത്തിലെത്തിയപ്പോഴായിരുന്നു സംഭവം. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വസതിക്ക് സമീപമുള്ള ക്ഷേത്ര പരിസരത്ത് തടിച്ചുകൂടിയ ജനക്കൂട്ടം കമ്മീഷണറുടെ വാഹന വ്യൂഹത്തിന് നേരെ പ്രതിഷേധവുമായി ഇരച്ചെത്തി. കമ്മീഷന്റെ വാഹന വ്യൂഹം വളഞ്ഞ നാട്ടുകാർ കരിങ്കൊടി കാണിക്കുകയും BJPയുടെ കൊട്ടേഷനുമായി ഇനി ബംഗാളിൽ കണ്ടേക്കരുത് എന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. പോലീസ് സേനയും പ്രത്യേക സൈനിക വിഭാഗവും ഏറെ പാടുപെട്ടാണ് കമ്മീഷനെ നാട്ടുകാർക്ക് ഇടയിൽ നിന്ന് മോചിപ്പിച്ചത്. വോട്ടർ പട്ടിക പുതുക്കുന്നതിലെ ക്രമക്കേടുകൾ ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ഞായറാഴ്ച രാത്രി കൊൽക്കത്ത വിമാനത്താവളത്തിൽ ഇറങ്ങിയത് മുതൽ ഗ്യാനേഷ് കുമാറിന് നേരെ കടുത്ത പ്രതിഷേധം നിലനിന്നിരുന്നു. വിമാനത്താവളത്തിന് പുറത്തും അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിന് മുന്നിലും തൃണമൂൽ കോൺഗ്രസ്, ഇടതു പാർട്ടി പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്ന വോട്ടർ പട്ടിക തീവ്ര പരിശോധന നടപടികളിലൂടെ യഥാർത്ഥ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നുവെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണമെന്ന് കാണാം. പ്രതിഷേധങ്ങൾക്കിടയിലും ക്ഷേത്ര ദർശനം നടത്തിയ ഗ്യാനേഷ് കുമാർ ബംഗാൾ ജനതയുടെ നന്മയ്ക്കായി പ്രാർത്ഥിച്ചുവെന്നും നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുമെന്നും പ്രതികരിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ബംഗാളിലെത്തിയ കമ്മീഷൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായും സുരക്ഷാ ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തുവാൻ ലക്ഷ്യം വെക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ക്രമസമാധാന നിലയും പോളിംഗ് ഒരുക്കങ്ങളും വിലയിരുത്തിയ ശേഷം ചൊവ്വാഴ്ച വൈകിട്ട് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുന്നുണ്ട്. അതേസമയം വോട്ടർ പട്ടികയുടെ തീവ്ര പരിശോധന പ്രക്രിയയെ ചൊല്ലി തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്കുമെതിരെ ആക്രമണം കടുപ്പിക്കുകയാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷത നഷ്ടപ്പെടുത്തി BJP കമ്മീഷനായി മാറിയെന്നാണ് മമത ആരോപിക്കുന്നത്. എന്നെ BJPക്ക് രാഷ്ട്രീയമായി തോൽപ്പിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് SIR ആയുധമാക്കുന്നത്. ഇതായിരുന്നു മമതയുടെ പ്രതികരണം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരക്കിട്ട് വോട്ടർ പട്ടിക തിരുത്താനുള്ള ശ്രമങ്ങൾ അനുവദിക്കില്ലെന്നും തൃണമൂൽ നേതാവ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിനെയും നീക്കം ചെയ്യണം. ഇതേ വോട്ടർ പട്ടികയുമായാണ് മോദി അധികാരത്തിലേറിയിട്ടുള്ളതെന്നും മമത ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബംഗ്ലാദേശികളെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനാണ് SIR എന്ന വാദത്തെ മമത ചോദ്യം ചെയ്യുന്നത്. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് തുടങ്ങിയ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഈ പരിഷ്കരണം നടപ്പിലാക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് മമത ചോദിക്കുന്നുണ്ട്. അവിടെയും ബംഗ്ലാദേശികൾ കടന്നുകൂടിയോ എന്ന വലിയ ചോദ്യവും മമതയിൽ നിന്നുണ്ടാകുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് കമ്മീഷനെ നാട്ടുകാർ വളഞ്ഞ് കടുത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബംഗാൾ, കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലും BJP പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നില്ല. ഇവിടെ ഈ രീതിയിലുള്ള പരിഷ്കാരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുമ്പോൾ അർഹരായവർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകും. രക്ഷിതാക്കളുടെ ജനന സർട്ടിഫിക്കറ്റുകൾ ഭൂരിഭാഗം ആളുകളുടെയും പക്കൽ ഇന്ന് ലഭ്യമല്ല. പല സാഹചര്യങ്ങൾ കൊണ്ടും മാതാപിതാക്കൾക്ക് ഈ സർട്ടിഫിക്കറ്റുകൾ യഥാസമയം ലഭ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന ഒറ്റ കാരണത്താൽ ഈ മാതാപിതാക്കളുടെ മക്കളും അയോഗ്യരായി മുദ്ര കുത്തപ്പെടും. ജനന സർട്ടിഫിക്കറ്റുകൾക്ക് അപേക്ഷിക്കുമ്പോൾ ന്യൂനപക്ഷ സമുദായങ്ങളുടെ അപേക്ഷകൾ കൂട്ടമായി തള്ളുന്നതോടെ മുസ്ലിം അടക്കമുള്ള മതവിഭാഗങ്ങളിൽപ്പെട്ട പുതിയ തലമുറയ്ക്ക് അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാനുള്ള സാഹചര്യം എന്നേക്കുമായി നഷ്ടമാകും. ഈ അപകടം തിരിച്ചറിഞ്ഞാണ് മമതാ ബാനർജി കമ്മീഷന്റെ പരിഷ്കാരങ്ങൾ കീറി ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞിരിക്കുന്നത്.